ഹലോ ഡിയേഴ്സ്, ഇന്ന് മാധവൻ്റെ അംഗനവാടിയിലെ പ്രവേശനോത്സവമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എടുത്തേ. അപ്പോൾ അവിടെ പേരൻസും ടീച്ചേഴ്സും അതുപോലെ തന്നെ കൗമാരപ്രായക്കാരായ കുട്ടികളും എല്ലാവരും കൂടി അംഗനവാടി അതിമനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം എനിക്കവിടെ എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിലും മാധവനോട് ഒരു ചെറിയ ക്രാഫ്റ്റ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയിരുന്നു. പിന്നെ അവിടെ ഒരു ചെറിയ എക്സിബിഷൻ ടീച്ചർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അംഗനവാടിയെക്കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഒക്കെ നമുക്ക് അവിടെ കാണാമായിരുന്നേ. അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലുള്ള സേവനങ്ങളും പദ്ധതികളും ആശ്വാസനിധി, പടവുകൾ, മാംഗല്യം, അഭയകിരൺ, സഹായഹസ്തം മുതലായ നിരവധി കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. അതുപോലെ കൂടുതലും കുട്ടികൾക്ക് പഠിക്കേണ്ടുള്ള കാര്യങ്ങളാണ് നമുക്കവിടെ കാണാൻ പറ്റിയത്. ഇത് മാധവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ധനൂട്ടൻ. അവൻ്റെ അമ്മ വരച്ചതാണ് ഈ ചിത്രങ്ങൾ. വളരെ മനോഹരമായിരുന്നു എല്ലാം. ശിശുക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് വായിച്ചു നോക്കാനും മനസ്സിലാക്കാനൊക്കെ. പക്ഷേ അതിനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് പഠിക്കേണ്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പം കുട്ടികൾക്കൊരു പ്രത്യേക സിലബസ് തന്നെയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, പഴങ്ങൾ, എൻ്റെ ഗ്രാമം, കുട്ടിയും കുടുംബവും, വാഹനങ്ങൾ, വീടും പരിസരവും, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടോപ്പിക് വൈസ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു മാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ മാസത്തിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ട് അതെല്ലാം അംഗനവാടിയിലെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ടീച്ചേഴ്സ് എത്തിച്ചു കൊടുക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പം മാധവന് ഇതിനെക്കുറിച്ച് ഒരുവിധം നല്ല അറിവുകളൊക്കെ മാധവനും പങ്കുവെക്കാറുണ്ട്, അംഗനവാടി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ. പിന്നെ കൂടുതലും നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്ന കുറേയധികം കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി. മാധവൻ്റെ കുറേ സുഹൃത്തുക്കൾ സ്കൂളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ചെറിയ മൊമെൻറ്റോയും അതുപോലെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നേ. അല്ലാതെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ആ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു. പിന്നെ മാധവൻ്റെ സുഹൃത്തുക്കളാണ്, അവരെന്തൊക്കെയോ കളിക്കുകയാണ്. അപ്പോൾ ശരി, ബായ്.